നമസ്കാരം. എൻ്റെ പേര് വേങ്കോട് രജിത്ത്. കരവണം പഞ്ചായത്തിലെ 5-ാം വാർഡ് വേങ്കോട് വാർഡിലെ കായ്പാടി സർനഗർ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ വാർഡിൽ മെമ്പറുണ്ടോ എന്ന് അറിയില്ല. 10 വർഷക്കാലമായി ഗ്രാമീണ സടക്ക് പദ്ധതി യോജന പ്രകാരമുള്ള റോഡാണിത്. ഈ റോഡ് വളരെ രീതിയിൽ ശോചനീയാവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് പോലും നടക്കാൻ കഴിയാത്ത വളരെ അത്രയും ദയനീയമായ ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയാണ് പറയുന്നത്. ഈ റോഡിന്റെ ഒരു മുഖ്യ പങ്കാളി ആയ വാർഡ് മെമ്പർ 4 നേരം ഇതുവഴി ഈ റോഡ് വഴി പോകുമ്പോൾ അവർ വീഴുന്നുണ്ടോ, ആരെങ്കിലും വീണോ എന്ന് പോലും തിരക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അവർ വീണാൽ പോലും അവർ മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ്. ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും മറിഞ്ഞു വീണ് സ്കൂൾ ബസ് പോലും ഇവിടെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാർക്ക്, ഈ അയൽവാസികൾക്ക് രാവിലെ 2 കുടം വെള്ളം വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയം. കാരണം വീണോരെ പിടിച്ചിളക്കുക, വെള്ളം കൊടുക്കുക, അല്ലാതെ വേറെ ഒരു വഴി അവർക്കില്ല. ഡെയിലി ഒരു 15 പേരെങ്കിലും കുറയാതെ ഇവിടെ ഈ റോഡിൽ വീണഴിക്കുന്ന ഒരു ദുഃഖകരമായ കാഴ്ച. 2 വീലർ യാത്രയ്ക്ക് പറ്റുന്നില്ല. ഈ നാട്ടിലെ സ്ഥലവാസി, നമ്മുടെ അയൽവക്കക്കാരനായ പുള്ളി സംസാരിക്കും. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ താമസിക്കുന്ന ഒരു 10 മീറ്ററിനപ്പുറത്തായി ഈ റോഡിന്റെ ഈ അവസ്ഥ. 10 വർഷത്തോളമായി ഈ റോഡ് വളരെ 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 ദയനീയ അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത്. കണ്ടില്ലേ, എത്ര പ്രായമുള്ള ആൾക്കാർ, 50 വയസ്സ് കഴിഞ്ഞ കുറച്ച് പ്രായമുള്ള ആൾക്കാർ വന്ന് 3-4 പ്രാവശ്യം ഇവിടെ വന്ന് വീണു. പിന്നെ സ്കൂട്ടർ, 2 വീലറിൽ. അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇതുവഴി നിരന്തരം പോകുന്നതാണ്, എല്ലാ ദിവസവും പോകുന്നതാണ്. കുട്ടികൾ നടന്നു വരുന്ന കുട്ടികളുണ്ട്, സൈക്കിളിൽ വരുന്ന കുട്ടികളുണ്ട്, പിന്നെ സ്കൂട്ടറിൽ പോകുന്ന കോളേജ് വിദ്യാർത്ഥികളുണ്ട്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും വളരെ അതായത് ഈ ഏരിയയിൽ ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഒരു 10-12 വർഷത്തോളമായി. ഈ ഇത്രയും ദയനീയ അവസ്ഥയുള്ള ഈ റോഡ് വേറെ ഒരിടത്തുമില്ല. വളരെ വളരെ പരിതാപകരമായിട്ട് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇതിനൊരു പരിഹാരം എന്തായിരുന്നു ഞാൻ കാണണമെന്നാണ് ഇതിന്റെ വേണ്ടപ്പെട്ട നാട്ടുകാരെന്ന നിലയിൽ വേണ്ടപ്പെട്ട ഭാരവാഹികൾ ഇത് മുൻകൈ എടുത്ത് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ താമസിക്കുന്നത്, എൻ്റെ ഒരു വാഹനങ്ങൾക്കുള്ളതാണ്. ഈ ടിപ്പർ ലോറിയും ബസ്സും എല്ലാം പോകുമ്പോഴത്തേക്കും ചെല്ലിയും കരലെല്ലാം അടിച്ച് വീട്ടിൻ്റെ അകത്ത് അടിച്ച് കയറണം. ജനലിൻ്റെ ഗ്ലാസ്സിലൊക്കെ വന്ന് അടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്രയും വളരെ ദയനീയ അവസ്ഥയുള്ള റോഡാണ്. 10 വർഷത്തോളമായി ഇതിങ്ങനെ ഈ അവസ്ഥ റോഡാണ്. അല്ല, ഇവിടെ ടിപ്പർ ലോറി ഇവിടെ നിരന്തരം സദാസമയം ടിപ്പർ ഇവിടെ സഞ്ചാരമുള്ള ഒരു റോഡാണ്. അപ്പം ആ റോഡ് സാധാരണ റോഡിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള റോഡായിരിക്കണം ടിപ്പറൊക്കെ ഓടണമെങ്കിൽ. ഇത് വളരെ ഈ മുക്കിലും മൂലം കണ്ടതിനെ മനസ്സിലാവും. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വീഴുന്നിട്ടുണ്ട്, സൈക്കിളിലും സ്കൂട്ടറിലും എല്ലാം വന്ന് വീണിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം ഇത് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് നാട്ടുകാരെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ജയചന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടി 175-ാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. എൻ്റെ നാട്ടിൽ കൂടെ കടന്നു പോകുന്ന പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ, നല്ലവണ്ണം പണി ചെയ്ത് വന്ന ഒരു റോഡാണ്. ഇതിൻ്റെ ശോചനീയ അവസ്ഥ തുടങ്ങിയിട്ട് ഏകദേശം ഇതൊരു 10 വർഷം മുമ്പ് തന്നെ ഇതുപോലെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഈ റോഡ് കിടക്കുകയാണ്. ഇതിൻ്റെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിലെ അംഗങ്ങൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ മാർച്ചിൽ ഇതിൻ്റെ കാലാവധി കഴിയാണ്, ഈ വർഷത്തിൻ്റെ പണികളുടെ കാലാവധി കഴിയാണ്. ഇതിനിടയ്ക്ക് തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് ഫണ്ട് അനുവദിച്ച് നമുക്കിത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികളുണ്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അത് അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ അടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇത് പലതവണ, ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് കായ്പാടി റോഡാണ്, 5-ാം വാർഡാണ്. പക്ഷെ ഈ 5-ാം വാർഡിലെ മെമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഏവർക്കും അനന്തപുരി ബ്ലോഗില് പരിചയക്കാരാണ്. എന്ന് വെച്ചാൽ ശ്രീകല എന്ന് പറയുന്ന മേഡം തന്നെയാണ്. ഈ കാണുന്ന റോഡ് കഴിഞ്ഞ പ്രാവശ്യം പട്ടിയുടെ പരിപാടിയായിട്ട് വന്നു, പേപ്പട്ടി അടച്ചിട്ടു. അങ്ങനെ നാട്ടുകാർ ജനവാസ മേഖലയിൽ പേപ്പട്ടി അടച്ചിട്ടിട്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ഒരു കാര്യമായിട്ട് വന്നു. അതിന് മുമ്പ് ഹരിതകർമ്മ സേന ഒരു ഏരിയയിൽ മൊത്തവും വേസ്റ്റ് പറക്കി ആക്രി മാത്രം എടുത്തിട്ട് വേസ്റ്റ് ഇട്ടിട്ട് ആ വേസ്റ്റ് അവിടെ ഇട്ടതിന് ശേഷം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയതിന് ശേഷം അവർ ആ വേസ്റ്റ് ഉപേക്ഷിച്ചു. അന്ന് ജനങ്ങൾ വൻ പ്രതിഷേധത്തിലേക്ക് വന്നു. അന്ന് BJP, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലപ്പെട്ടവർ എന്നെ അറിയിച്ചു. ഞാൻ വന്നു. ഇത് 3-ാമത്തെയാണ് ഈ മെമ്പറുടെ ഈ തോന്നിയവാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ഈ 3-ാം സർക്കാർ വന്നതിന് ശേഷവും പല സ്ഥലത്തും പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ അനധികൃതമായ കാര്യങ്ങൾക്കല്ലാതെ നിയമപരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് യാതൊരു സഹായങ്ങളും ഇല്ല. ബുദ്ധിമുട്ടും മാത്രം ഉണ്ടാക്കിക്കൊണ്ടാണ് ചില പഞ്ചായത്തുകൾ പോകുന്നത്. ആ പഞ്ചായത്തിലെ ഒരു വാർഡാണ്
കരകുളം പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ ഒരു വാർഡാണ് ഈ കാണുന്ന റോഡ്. 10 വർഷത്തിന് മുമ്പ് എന്തോ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് പോയതാണ്. ഇപ്പൊ അത് പോയിട്ടുണ്ട്. ഇനി മഴക്കാലമാണ് അല്ലെ, മഴക്കാലമാണ്. സ്കൂള് ഇനി അടുത്ത് അടച്ചിട്ട് തുറക്കുന്ന സമയം. ജൂൺ മാസങ്ങൾ നല്ല മഴയായിരിക്കാം. സ്കൂൾ കുട്ടികളൊക്കെ വീണഴിക്കുന്നുണ്ട്. വളരെ അപകടകരമായി നിൽക്കുന്ന ഈ സ്ഥലത്ത് ശക്തമായ പ്രതിഷേധമായിട്ടാണ് നാട്ടുകാർ വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറോട് ഞാൻ പറയുന്നത്, സർക്കാർ തരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് സാധാരണക്കാർക്കുള്ള, ജനങ്ങൾക്കുള്ള, അല്ലെങ്കിൽ ആ പ്രദേശവാസികൾക്കുള്ള, അല്ലെങ്കിൽ ആ വാർഡിലുള്ളവർക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ചെയ്യുക തന്നെ വേണം. ഇവരിപ്പം പറയുന്നത്, ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് വെച്ചാൽ ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ഇനി വാഴയല്ല തെങ്ങാണ് നടാൻ പോകുന്നതാണ് പറയുന്നത്. അതിനുള്ളൊരു കാര്യം ഉണ്ടാക്കാതെ നമ്മൾ ജനങ്ങൾ വോട്ട് തന്നിട്ട്, രാഷ്ട്രീയം ഇതിലില്ല. കാരണം ഒരു 5-ാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആര് വോട്ട് തന്നാലും 5-ാം വാർഡിൽ മെമ്പറായിട്ട് വരുന്ന ഒരാൾക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ആ വാർഡ് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ ആ വാർഡിലുള്ളവർക്ക് രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമയുണ്ട്. ആ കടമ കാണിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് ഇവിടെ എത്തുന്നത്. അപ്പൊ ഈ റോഡ് ഇവിടെയല്ല, ഇവർ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പലപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല പല റോഡുകളും ഉണ്ട്. ഇതിനെക്കാട്ടിയും കുണ്ടും കുഴിയും ചെളിയായിട്ട് കിടക്കുന്ന റോഡുകളുണ്ട്. അപ്പോ നമ്മുടെ ഫണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ ബഹുമാനപ്പെട്ട മെമ്പർ. ഇതൊക്കെ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് സർക്കാർ തരുന്ന ഫണ്ട് എടുത്തിട്ട് ഈ റോഡ് ശരിയാക്കി കൊടുക്കണം. ഇതുപോലെ ഒരുപാട് റോഡ് ഈ 5-ാം വാർഡിലുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടുന്ന് മെറ്റിൽ വണ്ടി പോകുമ്പോൾ മെറ്റിൽ പല സ്ഥലത്തും തെറിക്കുന്നുണ്ട്. പിള്ളേർ നടന്നു പോകുന്ന തലയിലോ ചെവിയിലോ അടിക്കാം. വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിലേ വരുന്ന വണ്ടി ബ്രേക്ക് പിടിക്കണമെങ്കിൽ വീഴും. അപ്പം ഞാൻ പറയുന്നത് ഇതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ പ്രശ്നമല്ല, എന്റെ നാട് ഇവിടെ അല്ല, ജനങ്ങളുടെക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ജനങ്ങൾ പറയുന്ന കാര്യമാണ്. ദയവ് ചെയ്ത് കരകുളം പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ ഭരണാധികാരികളും കേൾക്കണം. 5-ാം വാർഡിലെ ഈ കായ്പാടി റോഡ്, ഇതുപോലെ കിടക്കുന്ന 5-ാം വാർഡിലെ പല റോഡുകളും പിന്നെ മെമ്പർക്ക് ശരിയാക്കി കൊടുക്കാൻ കഴിയും. പ്രതിഷേധങ്ങൾക്ക് പോവാതെ അടുത്ത ചാനൽ, ഇപ്പൊ ഇന്ന് ഞാൻ വന്നു, നാളെ മറ്റൊരു ചാനൽ വരും. അതിനു മുമ്പ് തന്നെ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്തു കൊടുത്ത് നല്ല മെമ്പറായി പോവാൻ അനന്തപുരി ബ്ലോഗ് വീണ്ടും പറയുന്നു. നമസ്കാരം. പുതിയ വാർത്തയുമായി വീണ്ടും കാണാം.